വളർത്തുമൃഗങ്ങളെ നമ്മൾ നോക്കുന്നില്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നായ്ക്കളിയും പൂച്ചകളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് മറ്റുള്ള അവിടെ നിൽക്കട്ടെ, അവരെ ഈ ചെറിയ പ്രായത്തിൽ അവരെ ക്യൂട്ട്നെസ്സും അവരെ ആരോഗ്യമെല്ലാം കണ്ടിട്ട് അവരെ കുട്ടിക്കളിയെല്ലാം കണ്ടിട്ട് എല്ലാവരും അവരെ പെറ്റ്സിനെ വാങ്ങും വീട്ടിലേക്ക്. ഓമനിച്ച് മടിയിൽ വെച്ച് ഓമനിച്ചിട്ട് അവർ നല്ല വൃത്തിക്ക് ആക്കുകയല്ലേ ചെയ്യുക. അവർക്കാണെങ്കിൽ നമ്മളോട് മനുഷ്യന്മാരെ പോലെയല്ല, ഭയങ്കര സ്നേഹമായിരിക്കും. നോക്കിയിട്ടുണ്ടല്ലോ അവർക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോൾ അവരെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിലോ ഒഴിഞ്ഞ പറമ്പിലോ ഉപേക്ഷിക്കും. ആ പാവങ്ങൾ അവരെന്നാ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് നായ്ക്കൾ അവരെന്നാ ചെയ്യേണ്ടത്. അതാണെങ്കിലുണ്ടല്ലോ ഈ ദുഷ്ടന്മാരുണ്ടല്ലോ, അവരെ ചീത്ത ശരിക്കും പറയുന്നുണ്ട്. ഈ നായ്ക്കളിൽ ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ, പൂച്ചകളി ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാരുണ്ടല്ലോ, കഴുത്തിലെ ബെൽറ്റ് വരെ അവർ കളിയില്ല. എന്നാൽ ആ കഴുത്തിലെ ബെൽറ്റ് കളഞ്ഞാൽ ഇരിയാൻ കേടിങ്ങ് പോയി നടക്കാം. ഈ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടാകുമ്പോൾ ഈ പോറ്റുന്ന നായ്ക്കളെ തെരുവ് നായ്ക്കൾ കൂട്ടാക്കുകയേ ചെയ്യില്ല, വല്ലാണ്ട് ഉപദ്രവിക്കും. ഈറ്റങ്ങൾ ഒരുപടി അന്നത്തിന് വേണ്ടി ആടി ഇടിയും പോയി നിൽക്കുമ്പോൾ അവരെ കണ്ണിലേക്ക് നോക്കാൻ കഴിയില്ലട്ടോ. ഭയങ്കര സങ്കടമാണത്. എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പോറ്റാൻ കഴിയില്ലെങ്കിൽ നമ്മൾ നോക്കണ്ട. പോറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മരണം വരെ അവരെ നോക്കണം അല്ലേ. അവരെ നന്ദിയൊന്നും ആർക്കും ഇല്ല. അങ്ങനെ ഒരു നായി കാരണമാണ് എൻ്റെ ഈടിയുണ്ടായി. ഞങ്ങൾ അപ്പു പറഞ്ഞൊരു ചെറിയ നായ്ക്കുഞ്ഞുണ്ടായിരുന്നു. നമുക്ക് ആ നായ്ക്കുഞ്ഞ് മരിച്ചത് ഇങ്ങനെ ഒരാൾ ഉപേക്ഷിച്ചൊരു നായി കാരണമാണ്. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ റോഡ് സൈഡിലാണ് ഇങ്ങനെ ഒരു ബെൽറ്റിട്ട് ഒരു നായിനെ കണ്ടിനെ. അതിനപ്പൊക്കെ എന്തോ വായിക്കൊള്ളാത്തൊരു സൂക്കേടും ഉണ്ട്, അതിനൊരു വൈറസ് രോഗമാണ് പകരുന്നത്. അത് 3-4 ദിവസം അതിൻ്റെ യജമാന്യം കാത്തിട്ട് അത് റോഡ് സൈഡിൽ നിന്നിന്. ആരും ഉപേക്ഷിച്ച ആൾ തിരിച്ചു വരിക. വിശപ്പ് മൂത്തവർ അവർ അത് നമ്മളെ മുട്ടിയിട്ടുള്ള വീടുകളിലെല്ലാം വന്ന് നമ്മളെല്ലാവരും ഭക്ഷണവും കൊടുത്തു. അപ്പൂനെ ഗേറ്റിനാ കെട്ടില് നമ്മളെ നായി. എന്നിട്ട് അപ്പൂനെ ഗേറ്റിലാ കെട്ടില്. അപ്പൂരെ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളവും അതെല്ലാം കൊടുക്കും, ചോറ് കൊടുക്കും. അവസാനം അപ്പൂന് ആ രോഗം വന്ന് അപ്പു മരിച്ചു പറഞ്ഞാൽ ഈ താടിയല് തലയിൽ വന്ന് മുട്ടുന്ന പോലത്തെ അങ്ങനെയല്ല ഒരു രോഗം. ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുറച്ച് ബേക്കിലത്തെ കാലെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് നടക്കാനൊന്നും കഴിയില്ല. എന്നാലും അതിങ്ങനെ അപ്പൂനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. നമ്മളീ പോയിട്ടുന്ന മൃഗങ്ങളുണ്ടല്ലോ അവരെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് അസുഖം വന്നു പോയാൽ ഇങ്ങനെ നോക്കും നമുക്ക്. നമ്മളിങ്ങനെ ഹൃദയം പറഞ്ഞ് പൊടിഞ്ഞു പോകും. അവർക്കൊന്നും പറയാൻ കഴിയില്ല. അവർ സംസാരിക്കൂലെന്ന് ഉറപ്പില്ലോണ്ടല്ലോ അവർ ഉപേക്ഷിക്കുകയും ചെയ്ത് നമ്മൾ മനുഷ്യന്മാരല്ല. എന്തിനാ ഇങ്ങനെ കഷ്ടം ചെയ്യുന്നത്? അത് മാത്രമല്ല, ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് വേറൊന്നിനെ ആദ്യം വാങ്ങും. ചെറിയ ക്യൂട്ടായ പപ്പിക്കുഞ്ഞുങ്ങളെ ആദ്യം മേടിച്ചിട്ട് പ്രായമാകുമ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കും. ഇതെന്തൊരു തെറ്റാണല്ലേ. നിങ്ങൾക്കറിയാം ഇങ്ങനെ ആരെങ്കിലും എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം. രാത്രിയിലെ മറവിൽ വന്നിട്ട് റോഡ് സൈഡിൽ ഉന്തിയിട്ട് പോകും. പക്ഷെ ആ നായി അങ്ങനെ ഉപേക്ഷിച്ച ആ നായി ഈ ഭാഗത്തിൽ കുറേ നായ്ക്കൊക്കെ രോഗം കൊടുത്തിട്ട് 3-4 നായ്ക്കൾ മരിച്ചു പോയിന് കേട്ടോ. വലിയ മുന്തിയ നായ്ക്കളെല്ലാന്ന് മരിച്ചു പോയിന്. അതാണെങ്കിൽ അവരെ മരണം ഭീകരമായ മരണമാണ്. ആ രോഗം വന്നിട്ടില്ല മരണം. ശപ്പൂനെല്ലാം എൻ്റെ മക്കൾ മടിയിൽ ഇങ്ങനെ എടുത്തിട്ടാന്ന് ഇരിക്കുക. എൻ്റെ മോൻ്റെ മടിയിൽ നിന്നാണ് മരിക്കുകയും ചെയ്യുക. തായിൽ വെക്കൂല. അപ്പം അവരെ കിടക്കലാന്ന് അപ്പൂനെ അവർ കിടത്തു. അസുഖം വന്ന സമയത്ത് ഞാൻ പറയും മോനെ പകരുന്ന രോഗമാണ്. അവരവർ വേണ്ട അപ്പു ഇവിടെ കിടന്നോട്ട് നമുക്ക് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ അവസാനം അപ്പു പാവനായിയാണ്. ഈ ഭാഗത്തിൽ എല്ലാവർക്കും അപ്പൂന് ഇഷ്ടമാണ്. ആരും ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ദ്രോഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് മക്കൾ അമ്മ പുതിയൊരു നായിനെ മേടിക്കുക. ഒന്നും വേണ്ട, കാരണം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്കത് കണ്ട് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പോയില്ല. 3-4 ദിവസത്തേക്ക് നമ്മൾ തിന്നും കുടിക്കും വെക്കും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. പക്ഷേ ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനത്തെ ക്രൂരത ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പോറ്റാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഇത് കൊണ്ട് രോഗം വരുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ ആ നായി നിമിത്തം മറ്റുള്ള നായ്ക്കൾക്കും കൂടിയാണ് വിഷമം ഉണ്ടാവുന്നത്. അതും കൂടി ആലോചിക്കണേ ഉപേക്ഷിക്കുന്നവർ. ഇത്രയൊക്കെ ഉദ്ദേശിക്കുന്നത് പറയാനില്ലേ. ഇന്ന് അപ്പു മരിച്ചിട്ട് ഇന്നേക്ക് 4 വർഷം. അതുകൊണ്ടാണ് ഞാൻ അപ്പൂൻ്റെ വീഡിയോ ഇട്ടിന്. ഞായറാഴ്ച കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഗീതച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് കുക്കിംഗ് വീഡിയോ ഗീതച്ചി ഇടുന്നത്. ഈശ്വര എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുന്നവരവസ്ഥ വിചാരിക്കുമെന്ന്. എന്നാലും കണ്ട് സഹിച്ച് നാളെ വരാട്ടോ ഗീതച്ചി. ബൈ.